ഇനി മൂന്നാമതായി നമുക്ക് കഫപ്രകൃതി നോക്കാം. ഈ കഫപ്രകൃതിക്കാർക്ക് നല്ല സ്ട്രോങ്, വെൽ ബിൽറ്റ്, സ്റ്റേബിൾ ആൻഡ് ഫേം ആയിട്ടുള്ള നല്ല ഒരു ബോഡി ടൈപ്പ് ആയിരിക്കും. ഇവരുടെ സ്കിൻ ടോൺ വളരെയധികം ഫെയർ ആയിരിക്കും. നല്ല സ്ട്രോങ് ആൻഡ് ഡാർക്ക് ബ്ലാക്ക് ഹെയർ ആയിരിക്കും ഇവർക്കുണ്ടാവുക. ഇവര് ഇമോഷണലി വളരെയധികം സ്റ്റേബിളും ഏത് കാര്യങ്ങളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ക്ഷമാശക്തിയും ഉള്ളവരായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ പതിയെ മാത്രമേ ഇവർക്ക് ചെയ്യാനാവൂ എന്നതാണ് ഒരു സത്യം. ആര് എത്ര വഴക്കു പറഞ്ഞാലും ഒരു കാര്യവും ഇവരെ കൊണ്ട് വേഗത്തിൽ ചെയ്യാനൊക്കില്ല. ഇവരുടെ ശരീരത്തിന് പൊതുവെ ഒരു തണുത്ത നേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചൂടുകാലം ഇവരെ ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ തണുപ്പ് കാലഘട്ടങ്ങളിൽ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സൈനസൈറ്റിസ്, ആസ്മ, അലർജി പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. കഫജന്യമായ അസുഖങ്ങളൊക്കെ എപ്പോഴും ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് വിശപ്പ് കുറവായിരിക്കും. കഴിച്ചത് ദഹിക്കാനും സമയമെടുക്കും. പക്ഷേ കഴിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും പെട്ടെന്ന് തന്നെ തടിക്ക് പിടിച്ച് വണ്ണം വെക്കുന്നവരായിരിക്കും ഇവർ. നമ്മൾ ഈ സോഫ്റ്റ്, സ്മൂത്ത്, ഹൈഡ്രേറ്റഡ്, പ്ലംപി സ്കിൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സ്കിൻ ആയിരിക്കും ഇവരുടേത്. ഇവർക്ക് എക്സലന്റ് ആയ മെമ്മറി പവർ ഉണ്ടാവും. പക്ഷേ ലേൺ ചെയ്യാൻ, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഏറ്റവും ശ്രേഷ്ഠമായ പ്രകൃതിയായിട്ടാണ് ആയുർവേദത്തിൽ ഇവരെ പരാമർശിച്ചിരിക്കുന്നത്. കാരണം ഏത് ജീവിത സാഹചര്യങ്ങളോടും ചേർന്ന് പോവാൻ ഇവർക്ക് വളരെ എളുപ്പം സാധിക്കും. അലസതയും ഉറക്കവും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് കൂടപ്പിറപ്പുകളാണ്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവിക നിലയിലേക്ക് വരാൻ വേണ്ടി ഇവർക്ക് കുറച്ച് സമയമെടുക്കും. പൊതുവെ തണുപ്പന്മാർ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഈ കൂട്ടര് കേൾക്കുന്ന പാട്ടുകളൊക്കെ അധികവും മെലഡി അല്ലെങ്കിൽ റൊമാൻറ്റിക്, സോഫ്റ്റ്, സ്മൂത്ത് ആയ പാട്ടുകളൊക്കെ ഇല്ലേ, അത്തരം പാട്ടുകളാണ് അവർ കേൾക്കുന്നത്. അതേസമയം വാദപ്രകൃതി ഉള്ളവരോ അവരാണെങ്കിൽ ഈ ഡപ്പാങ്കൂത്ത് അല്ലെങ്കിൽ ഭയങ്കര ബീറ്റുള്ള സോങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത്തരം സോങ്സ് ആയിരിക്കും കേൾക്കാൻ ആഗ്രഹം കാണിക്കുക. ഈ പിത്തപ്രകൃതിയുള്ളവരാണെങ്കിലോ അവർക്ക് ഈ ബാഹുബലിയിലൊക്കെ ഉള്ള പോലെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഫയർ തോന്നുന്ന പാട്ടുകളില്ലേ, അത്തരം പാട്ടുകളോടായിരിക്കും താല്പര്യം. നിങ്ങൾ ഇതിൽ പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ മിക്സ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടാവാം. അത് ശരിക്കും നോർമലാണ്. കാരണം ഈ 3 ദോഷങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ പല ഫീച്ചേഴ്സും കാണിക്കുന്നുണ്ട്. എന്നാൽ പ്രകൃതി തീരുമാനിക്കുന്നത് ഇതിൽ ഏതാണ് കൂടുതൽ, ഏതാണ് ഡോമിനന്റ് എന്നുള്ളത് അനുസരിച്ചാണ്. നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ.